പുലിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പൊ വെൽക്കം ചെയ്യാം മുബീന. വെൽക്കം ടു ദ ഷോ. ഞാൻ വേറൊരു കാര്യം കേട്ടു, ഒരു അമ്മയാണെന്നും കൂടെ ഞാൻ കേട്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് അപ്പൊ? 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുടെ അമ്മയാണ്. 2 മോളും 1 മോനും, അതും +1 പഠിക്കുന്നത്. അതെ. ഈ സ്കൂളിലൊക്കെ പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ അച്ഛനാണോ വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കും? മോന്റെ സ്കൂളിൽ പോകുമ്പോൾ പറയാറുണ്ട്, മോനോട് ഫ്രണ്ട്സുകൾ ചോദിക്കാറുണ്ട് സിസ്റ്റർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതെങ്ങനെയായിരുന്നു പെട്ടെന്നൊരു തോട്ട് വന്നത് ഒരു ബോഡി ബിൽഡർ ആവണം? നാട്ടില് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വയറിനൊരു ഇഞ്ചുറി സംഭവിച്ചായിരുന്നു. അത് സർജറി ചെയ്ത് സൺറൈസിലായിരുന്നു. അവരത് ചെയ്തപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു, വൻകുടലിന് ഇഞ്ചുറി സംഭവിച്ചു. സർജറി 2023 അതിനുകൊണ്ട് ഒരുപാട് ബാഡ് കമന്റുകൾ വന്നിരുന്നു. ഞാൻ ഒരു മുസ്ലിം ആയ എൻ്റെ പേര് മുബീന. അപ്പോൾ സമുദായത്തില് പലരും പലതും പറയും. പിന്നെ 3 കുട്ടികളുടെ അമ്മയല്ലേ, പിന്നെ ബിക്കിനിയും കൂടി ഇട്ടിട്ട് ഇറങ്ങുന്നോണ്ട് അതിനും വന്നിരുന്നു കുറെ ബാഡ് കമന്റുകൾ. ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ആ പിക്കാണ് നമ്മൾ നോക്കുന്നത്, മെസ്സേജ് അല്ല കോള് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ കോള് വന്നിട്ടുണ്ട്, എന്ത് വേഷാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. എപ്പോഴാ മാരേജ് കഴിഞ്ഞത്? 2007. അപ്പൊ എത്ര ഏജ് ആയിരുന്നു? അപ്പോ 17. 17 വയസ്സിലേക്ക് 18 വയസ്സിലല്ലേ കല്യാണം കഴിക്കണ്ടേ? 17 വയസ്സിൽ കെട്ടിച്ചു. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു? അല്ല, ഫാമിലി. അപ്പൊ നോ പറയാൻ പറ്റില്ലായിരുന്നോ? പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്, മൊത്തം പെമ്പിള്ളേരെ പുറകെ നടക്കുന്നേന്ന്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ വരും ലെസ്ബിയൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ പ്രപ്പോസ് ചെയ്യുമ്പോ എന്തോ പറയും? 17 വയസ്സിൽ കെട്ടിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരുപാട് ഇതുണ്ട്. കാരണം എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാം അവിടെ തകർന്നു പോയത്. ടീനേജ് ആയിരുന്നില്ലേ 17 വയസ്സ്? തീർച്ചയായിട്ടും ഞാൻ ആ മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹമാണ് അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഇന്ന് ഞാൻ നേടിയെടുത്തത്. മൈൻഡിൽ ഭയങ്കര വിഷമം തോന്നിയ ലൈഫിൽ ഒറ്റയ്ക്ക്? കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഞാൻ ഉയരങ്ങളിൽ എത്തിയേനെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുഷപ്പും ഒരു ബോഡി ഷോ.